യേശുവേ ആരാധന. പിതാവേ അവിടുത്തെ സ്നേഹത്തിന് നന്ദി, പരിശുദ്ധാത്മാവേ അവിടുത്തെ കൂട്ടായ്മയ്ക്ക് നന്ദി. കൃപയുടെ നീർച്ചാലുകൾ ശുശ്രൂഷകളിലേക്ക് വീണ്ടും ഈശോയുടെ നാമത്തിൽ സ്വാഗതം. പ്രിയമുള്ളവരെ, കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ലേഖനങ്ങളിൽ നിന്നുള്ള തുടർമാനമായ വിശദീകരണം തുടങ്ങിയപ്പോൾ മുതൽ നമുക്കിത് ഒരുമിച്ച് മനസ്സിലാക്കണമെന്ന ചിന്തയോടെ എന്നോടൊപ്പം യോജിക്കുന്ന, നിരന്തരമായി ഈ എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരെ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ കാണാൻ കഴിയുന്നു. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെ കാണുന്നതിലും. ഇത് നമ്മൾ ഒരുമിച്ച് ഇത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അസാൻമാർഗികതയ്ക്കെതിരെ എന്ന് പറയുന്ന ആ ഭാഗം നമ്മൾ കാണുകയാണ്. അസാൻമാർഗികത അവിടെ കൊടികുത്തി വാഴുകയായിരുന്നു. എന്തായിരുന്നു അവിടുത്തെ അസാൻമാർഗികതകളിൽ വലിയത്? വിജാതീയരുടെ ഇടയിൽ പോലും ഇല്ലാത്ത തരം അവിഹിത ബന്ധങ്ങൾ നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് കേൾക്കുന്നു. ഇത് പൗലോസ്ലീഹ വളരെ അപലപിക്കുന്ന ഒരു വിഷയമാണ്. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം. നിങ്ങൾ ഒരാൾ സ്വന്തം പിതാവിൻ്റെ ഭാര്യയുമായി അവിഹിതമായ വേഴ്ചയിൽ കഴിയുന്നു. സ്റ്റെപ്പ് മദറാണ്. രണ്ടാനമ്മയെ ഭാര്യയായി, അപ്പൻ്റെ ഭാര്യയെ രണ്ടാനമ്മയെ ഭാര്യയായി പരിഗണിക്കുന്ന ആദ്യ കുടിയിലുള്ള മകൻ. അപ്പം അതാണ് ഇവരുടെ ഇടയിൽ കാണും. പിതാവിൻ്റെ ഭാര്യയുമായി അവിഹിതമായ വേഴ്ചയിൽ കഴിയുന്നു, എന്നിട്ടും നിങ്ങൾ അഹങ്കരിക്കുന്നു. വാസ്തവത്തിൽ നിങ്ങൾ വിലപിക്കുകയല്ലേ ചെയ്യേണ്ടിയത്? ഇങ്ങനെ പ്രവർത്തിച്ചവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുവിൻ. ശാരീരികമായിട്ടല്ലെങ്കിലും ആത്മീകമായി ഞാൻ അവിടെ സന്നിഹിതനാണ്. അപ്പോൾ കൊരിന്ത് സഭ ഒരു വിഷയത്തെ നേരിടുകയാണ്. എന്താണ് കൊരിന്ത് സഭ നേരിടുന്ന വിഷയം? അപ്പൻ്റെ ഭാര്യയെ, സ്റ്റെപ്പ് മദറിനെ, രണ്ടാനമ്മയെ ഭാര്യയായി പരിഗണിക്കുന്ന ആദ്യ വിവാഹത്തിൽ ജനിച്ച മകൻ. അപ്പം സ്വാഭാവികമായും അപ്പൻ രണ്ടാമത് വിവാഹം കഴിച്ചുകൊണ്ട് വന്ന സ്ത്രീ വളരെ ചെറുപ്പക്കാരിയായിരിക്കാം. ആ മൂത്ത മകൻ, ആദ്യ ഭാര്യയിലുള്ള മൂത്ത മകൻ ആ ചെറുപ്പക്കാരിയുമായി, സ്ത്രീയുമായി വഴിവിട്ട ബന്ധം സ്ഥാപിച്ചിരിക്കുന്നതാണ് വിഷയം. അപ്പോൾ ഇത് വിജാതിയുടെ ഇടയിൽ പോലും ഇല്ലാത്ത ദുർനടപ്പാണ്. നമുക്കറിയാം, വിവാഹം ഒരു കൂദാശയാണെങ്കിൽ ആ കൂദാശയിൽ ഒരു വലിയ ദൈവിക സംരക്ഷണം ആ കൂദാശയ്ക്കകത്തുണ്ട്. എന്നാൽ അതല്ല ഇവിടെ നമ്മൾ കാണുന്നത്. രണ്ടാനമ്മയുമായി വഴിവിട്ട ബന്ധത്തിൽ ഏർപ്പെടുന്ന ആദ്യ വിവാഹത്തിലുള്ള മകൻ, ആദ്യ വിവാഹത്തിൽ പിറന്ന മകൻ, അതാണ് നമ്മളിവിടെ കാണുന്ന വിഷയം. അപ്പോൾ ഈ വ്യക്തിക്കെതിരെ എങ്ങനെയാണ് പൗലോസ്ലീഹ അല്ലെങ്കിൽ സഭ ആക്ഷൻ എടുക്കുന്നത്? ശാരീരികമായിട്ടല്ലെങ്കിലും ആത്മീയമായി ഞാൻ അവിടെ സന്നിഹിതനാണ്. അപ്പോൾ പൗലോസ്ലീഹ ഈ വിഷയം നടക്കുന്ന സമയത്ത് കൊരിന്തിലില്ല. കൊരിന്തിൽ ശാരീരികമായ സാന്നിധ്യത്തിൽ അവിടെ ഇല്ല. പൗലോസ്ലീഹ മറ്റൊരു സ്ഥലത്താണ്. മിക്കവാറും എഫെസോസിൽ ഇരുന്നായിരിക്കണം ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അപ്പോൾ എഫെസോസിൽ ഇരിക്കുന്ന പൗലോസ്ലീഹ കൊരിന്തിൽ നടക്കുന്ന വിഷയത്തിൽ ഇടപെടുകയാണ്. ഇതാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ വിശദീകരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്. വാക്കാണെങ്കിൽ നേരിട്ട് കാണണം. വാക്കുകളിലാണ് ഒരു പ്രശ്നപരിഹാരം ഉണ്ടാക്കുന്നതെങ്കിൽ വാക്കോട് വാക്ക് ചേർത്ത് സംസാരിക്കണം. എന്നാൽ ദൈവരാജ്യം വാക്കിലല്ല, ശക്തിയിലായതുകൊണ്ട് പ്രശ്നപരിഹാരത്തിന് വ്യക്തികൾ അടുത്ത് വരണമെന്നില്ല. പൗലോസ്ലീഹ എഫെസോസിൽ ഇരുന്നാലും കൊരിന്തിലെ പ്രശ്നത്തെ പൗലോസ്ലീഹയ്ക്ക് തീർക്കാൻ കഴിയും. ഇതാണ് ദൈവരാജ്യത്തിലെ പ്രശ്നപരിഹാര രീതി. അത് വാക്കിലല്ല. വാക്കിലാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫോണെങ്കിൽ, അന്നൊന്നും ഫോണൊന്നും ചെയ്ത് പോലും പ്രശ്നം തീർക്കാനുള്ള, ഇഷ്യൂ കേൾക്കാനുള്ള കാര്യം കഴിയുകയില്ല. എന്നാൽ ഫോണൊന്നും ചെയ്യുന്നില്ലെങ്കിൽ കൂടെ എഫെസോസിലിരുന്ന് കൊരിന്തിലെ പ്രശ്നത്തെ പൗലോസ്ലീഹ പരിഹരിക്കുകയാണ്. നോക്കുക വാക്യം. നമ്മുടെ ഈ പ്രവൃത്തി ചെയ്തവനെ ശാരീരികമായിട്ടല്ലെങ്കിലും ആത്മീയമായി ഞാൻ നിങ്ങളുടെ ഇടയിൽ സന്നിഹിതമാണ്. ഇതൊരു വലിയ സ്പിരിച്വൽ കവറേജാണ്. ഓരോ ശുശ്രൂഷകർക്കും ദൈവം നൽകുന്ന ഒരു ആത്മീക സംരക്ഷണ പരിധി ഉണ്ട്. ആ പരിധിയെക്കുറിച്ചാണ് പറയുന്നത്. ശാരീരികമായി നമ്മൾ അടുത്തല്ലെങ്കിലും ആത്മീകമായി നമ്മൾ ഒന്നിച്ചാണ്. നിങ്ങളൊരു പുരോഹിതനുമായി ആത്മീകമായ ബന്ധം പുലർത്തുമ്പോൾ, എൻ്റെ ഇടവകയുടെ ഒരു വികാരിയായി ദൈവം ഒരു മനുഷ്യനെ, ഒരു ശുശ്രൂഷകനെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുമ്പോൾ, ആ വ്യക്തിയുമായി ഞാൻ എത്ര ദൂരത്താണുള്ളതെങ്കിൽ കൂടെ ആ വ്യക്തിയുമായി നിങ്ങൾക്ക് ഒരു ആത്മീക ബന്ധത്തിൽ ഏർപ്പെടുവാൻ കഴിയും. ആ വ്യക്തിക്ക് ദൂരത്തിരുന്നും നിങ്ങളുടെ വിഷയത്തിൽ ഇടപെടുവാൻ കഴിയും. പല സന്ദർഭങ്ങളിലും പ്രാർത്ഥനാ അപേക്ഷകൾ നടത്തുന്നവർ വളരെ വിദൂരതയിലുള്ളവരാണ്.
പ്രത്യേകിച്ച് സൂം മീറ്റിങ്ങിലും അല്ലെങ്കിൽ ഇതുപോലുള്ള യൂട്യൂബ് ലൈവുകളിലും ഒക്കെ ചെയ്യുമ്പോൾ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നവർ മിക്കവരും പല ഭൂഖണ്ഡങ്ങളിലുള്ളവരാണ്. എങ്ങനെയാണ് ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ഇരിക്കുന്ന ആൾക്ക് ഈ അമേരിക്കൻ ഭൂഖണ്ഡത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭൂഖണ്ഡങ്ങളിലോ ഇരിക്കുന്ന വ്യക്തിയുടെ വിഷയത്തിൽ ഇടപെടുവാനും പ്രാർത്ഥിക്കുവാനും കഴിയുന്നത്, ആ വിഷയത്തിൽ പരിസമാപ്തി വരുത്താൻ കഴിയുന്നത്? ശാരീരികമായി ദൂരത്തിരുന്നും ഒരു ശുശ്രൂഷകന് എങ്ങനെ ഒരു ആത്മപരിധിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും? അതിൻ്റെ ഉത്തമമായ തെളിവാണ് നമ്മൾ ഈ വാക്യത്തിൽ കാണുന്നത്. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന് 3-ാമത്തെ വാക്യത്തിൽ പൗലോസ് ലീഗ പറയുന്നു, ശാരീരികമായിട്ടല്ലെങ്കിലും ആത്മീകമായി ഞാൻ അവിടെ സന്നിഹിതനാണ്. അപ്പോൾ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്പിരിച്വലി ഒരു വ്യക്തിക്ക് നമ്മുടെ വിഷയത്തിൽ ഇടപെടുവാനും പ്രാർത്ഥിക്കുവാനും കഴിയും. ഞാൻ കൂടുമാറ്റത്തിൻ്റെ കാര്യമോ സോൾ ട്രാൻസ്ഫോർമേഷൻ്റെ കാര്യമോ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യമോ ഒന്നുമല്ല പറയുന്നത്. ഇതൊരു സ്പിരിച്വൽ കവറേജാണ്. ഇതൊരു ആത്മീക സംരക്ഷണ പരിധിയാണ്. ആത്മീകമായ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുക്കൽ പ്രാർത്ഥനയിൽ ഒരുമിക്കാൻ കഴിയും. ഓരോ ശുശ്രൂഷകർക്കും ദൈവം നൽകുന്ന ആത്മീക അധികാരത്തിൻ്റെ പരിധിയാണത്. പൗലോസ് ലീഗ കൊരിന്ത് വിട്ടുപോയിട്ട് 1-ലധികം വർഷങ്ങളായിരിക്കാം. പൗലോസ് ലീഗ കഴിഞ്ഞ വർഷങ്ങളൊന്നും കൊരിന്തിൽ ചെന്നിട്ടില്ലായിരിക്കാം. പക്ഷേ പൗലോസ് ലീഗയ്ക്ക് കൊരിന്ത് സഭയോടുള്ള അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. ആ ബന്ധത്തിൽ നിന്നാണ് ഈ വിഷയങ്ങൾ വിശദീകരിക്കുന്നത്. ആ ബന്ധത്തിൽ നിന്ന് ഈ വിഷയങ്ങൾ വിശദീകരിക്കുമ്പോഴാണ് പൗലോസ് ലീഗ പറയുന്നു, ഞാനവിടെ ഇല്ല, ശാരീരികമായി ഞാനവിടെ ഇല്ല, പക്ഷേ ആത്മീകമായി ഞാനവിടെ സന്നിഹിതമാണ്. അതെങ്ങനെയാണ് കഴിയുന്നത്? അതാണ് സ്പിരിച്വൽ കവറേജ് അല്ലെങ്കിൽ ആത്മീക സംരക്ഷണം. ഇന്നൊരു പ്രാർത്ഥന അപേക്ഷ നടത്തുമ്പോൾ നിങ്ങളായിരിക്കുന്ന ഇടത്ത് നമുക്കൊരുമിക്കാൻ കഴിയും. നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങളായിരിക്കുന്ന ഇടത്ത് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാൻ കഴിയും. അതുകൊണ്ടാണ് പ്രാർത്ഥനാപേക്ഷകൾ പ്രാധാന്യമുള്ളതാകുന്നതും പ്രാർത്ഥനാപേക്ഷകൾ നമുക്ക് ഒരുമിച്ച് കൈകോർക്കുവാൻ കഴിയുന്നതും. ഹല്ലേലൂയ. ഇപ്പൊ കൊരിന്തിലെ വിഷയം തീർക്കാൻ കൊരിന്തിൽ വരണമെന്നില്ല. കൊരിന്തിൽ വരുന്നത് രാജ്യത്തിൻ്റെ ശൈലിയാണ്. ദൈവരാജ്യത്തിൻ്റെ ശൈലി വാക്കുകളിലല്ല, ശക്തിയിലത്രേ. അപ്പോൾ അതുകൊണ്ട് എഫെസോസിൽ ഇരുന്നും കൊരിന്തിലെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയും. അതാണ് ഇവിടെ വായിക്കുന്നത്. ശാരീരികമായി അല്ലെങ്കിലും ആത്മീകമായി ഞാൻ അവിടെ സന്നിഹിതമാണ്. ഈ പ്രവൃത്തി ചെയ്തവനെ, ഇനി അവൻ്റെ മേലെ എടുക്കുന്ന ആക്ഷനാണ് നമ്മൾ കാണുന്നത്. ഈ പ്രവൃത്തി ചെയ്തവനെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിധിച്ചു കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും എൻ്റെ ആത്മീക സാന്നിധ്യത്തിലും നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ, കണ്ടോ, 3 കാര്യങ്ങൾ അവിടെ ചേർന്ന് വരിക. കർത്താവായ യേശുവിൻ്റെ നാമം, എൻ്റെ ആത്മീക സാന്നിധ്യം. ആരുടെ? പൗലോസ് ലീഹ എന്ന ശുശ്രൂഷകൻ്റെ ആത്മീക സാന്നിധ്യം. First of all, the name of Jesus, then the spiritual coverage of the minister, then the power of the church. മൂന്നാമത്തേതാണ് സഭയുടെ അധികാരം, നിങ്ങൾ ഒരുമിച്ച് കൂടുന്ന അധികാരം, ഫെലോഷിപ്പിൻ്റെ അധികാരം. അപ്പോൾ ഈ 3 കാര്യമാണ് ഒരു വിശ്വാസിയുടെ സംരക്ഷണം. ഹല്ലേലൂയ. നിങ്ങളൊരു കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ, നിങ്ങളൊരു സഭയുടെ ഭാഗമായി നിൽക്കുമ്പോൾ എന്താണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത് നമുക്കറിയില്ല. നാം ആ സഭയിൽ ദൈവം ആക്കി വെച്ച ഒരു അധ്യക്ഷനുണ്ട്, ആ സഭയിൽ ദൈവം നമുക്ക് ആക്കി വെച്ച ഒരു പുരോഹിതനുണ്ട്, ആ സഭയിൽ ദൈവം നമുക്ക് ആക്കി വെച്ചിരിക്കുന്ന ആ പുരോഹിതൻ കീഴിലായിരിക്കുന്ന ഒരു മേൽപ്പട്ടക്കാരനുണ്ട്. അവിടെ ഒരു സിസ്റ്റം ദൈവം ആക്കി ആ സിസ്റ്റത്തിൻ്റെ കീഴിലുള്ള ഒരു സംരക്ഷണം നമുക്കുണ്ട്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സഭയിലുള്ളവർ അനാഥരല്ല, അനാഥത്വത്തിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ മേലൊരു സംരക്ഷണമുണ്ട്. നിങ്ങളുടെ മേൽ ആ സംരക്ഷണം ഏതൊക്കെയാണ്? അതാണ് ഈ വാക്യം നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും എൻ്റെ ആത്മീക സാന്നിധ്യത്തിലും നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ. സോ നിങ്ങൾ ഒരുമിച്ച് കൂടി, അതാണ് ദ ഫസ്റ്റ് പാർട്ട്. രണ്ടാമത്തെ പറയും എൻ്റെ ആത്മീക സാന്നിധ്യം. ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് ഓഫ് കോഴ്സ്. രണ്ടാമത് ഓബ്വിയസ്ലി എടുത്തു പറയുകയാണ് എൻ്റെ ആത്മീക സാന്നിധ്യം. അവിടെയാണ് നിർണായകമായൊരു റോൾ ഒരു ശുശ്രൂഷകൻ വഹിക്കുന്നത്. അപ്പം ഞാനെന്ന് പറയുന്ന വ്യക്തി ഒരു സഭയുടെ ഭാഗമായി നിൽക്കുമ്പോൾ എൻ്റെ മേൽ 3 സംരക്ഷണ ഭിത്തികളുണ്ട്. അതിലൊന്നാമത്തെ സംരക്ഷണ ഭിത്തിയാണ് എനിക്ക് ദൈവം ആക്കി വെച്ചിരിക്കുന്ന, എൻ്റെ മേൽ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ആത്മീക ശുശ്രൂഷകൻ്റെ ആത്മസാന്നിധ്യത്തിൻ്റെ പരിധി, കവറേജ് ഓഫ് ദി സ്പിരിറ്റ്, അല്ലെങ്കിൽ ആ ശുശ്രൂഷകൻ്റെ ആത്മസാന്നിധ്യത്തിൻ്റെ പരിധിക്കകത്താണ് എന്നെ നിർത്തിയിരിക്കുന്നത്. അതിവിടെ ചേർന്ന് വരുമോ? കാരണം ഇവനെ സംരക്ഷിച്ച് നിർത്തിയത് ഇതാണ്. ഇനി ഇവനെ സാത്താൻ തൊടണമെങ്കിൽ, അല്ലെങ്കിൽ ഇവൻ ഇതിൽ റിഗ്രറ്റ് ചെയ്ത് തിരിച്ചു വരണമെങ്കിൽ പോലും ഈ കവറേജ് ഭിത്തി പൊളിക്കാതെ ഒരു പിശാചിനും ഇവനെ തൊടാൻ കഴിയുകയില്ല, ഒരു ലോകത്തിനും ഇവനെ തൊടാൻ കഴിയുകയില്ല. ഇത് ദൈവമക്കൾ അറിയേണ്ട ഒരു വലിയ സത്യമാണ്. പ്രത്യേകിച്ച് ഷാലോം ടിവിയിലൂടെ കൃപയുടെ നീർച്ചാലുകൾ ശുശ്രൂഷകൾ നമ്മൾ വീക്ഷിക്കുമ്പോൾ സഭയാം ശരീരത്തിൻ്റെ ഐശ്വര്യത്തെ കാണുക.
അവിടെ നിങ്ങൾക്ക് ഒരു ആത്മസാന്നിധ്യം തരുന്ന ഒരു ആത്മീയ ശുശ്രൂഷകൻ. നിങ്ങൾക്ക് പല കാര്യങ്ങൾ ചിലപ്പോൾ ആ വ്യക്തിയുമായി യോജിപ്പോ വിയോജിപ്പോ ഉണ്ടായേക്കാം. ആ വ്യക്തി എടുത്ത പല തീരുമാനങ്ങൾക്ക് നിങ്ങൾക്ക് ചിലപ്പം യോജിപ്പും ഒക്കെ ഉണ്ടായിരിക്കാം. അതൊക്കെ മനുഷ്യരാണ്, അവർക്കെല്ലാം മാനുഷിക ബലഹീനതകളുമുണ്ട്. പക്ഷേ അതൊന്നും ദൈവശക്തിയുടെ ആത്മസാന്നിധ്യത്തിൽ നിങ്ങളെ സംരക്ഷിക്കുന്നതിന് തടസ്സമല്ല. അത് ദൈവത്താലുള്ള അധികാരമാണ്, ദൈവം കൊടുത്ത അധികാരമാണ്. മോശയുടെ പീഠത്തിൽ ഇരുന്നവർ കർത്താവ് പറയുന്നു അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അനുകരിക്കേണ്ട, എന്നാൽ അവരുടെ വാക്ക് നിങ്ങൾ അനുസരിക്കാൻ പറയുന്നു. മോശയുടെ പീഠത്തിൽ ഇരുന്ന് അവർ സംസാരിക്കുമ്പോൾ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അനുകരിക്കേണ്ട, അവരുടെ ജീവിതം നിങ്ങൾ അനുകരിക്കേണ്ട. കാരണം അവരുടെ ജീവിതത്തെ അനുകരിക്കാൻ യോഗ്യമല്ലാത്ത പലതും കണ്ടേക്കാം. പക്ഷേ അവരുടെ വാക്ക് നിങ്ങൾ അനുസരിക്കാതിരിക്കരുത്. കാരണം മോശയുടെ പീഠത്തിൽ ഇരിക്കുമ്പോൾ അവർക്ക് ദൈവദത്തമായ ഒരു അധികാരമുണ്ട്. ഇത് പഴയ നിയമത്തിലെ പൗരോഹിത്യത്തിൻ്റെ അടയാളമായിട്ടാണ് ആ വാക്ക് പറയുന്നതെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു വ്യക്തിയുടെ മേലുള്ള ആത്മീക സംരക്ഷണമുണ്ട്. അതാ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത്. നിങ്ങളെ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിക്കൂ. നമ്മുടെ കർത്താവായ നാലാമത്തെ വാക്യത്തിൻ്റെ നമ്മുടെ ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും എൻ്റെ ആത്മീക സാന്നിധ്യത്തിലും നിങ്ങൾ ഒരുമിച്ച് കൂടി വരുമ്പോൾ, സോ ദ പവർ ഓഫ് ദ ഫെലോഷിപ്പ് ആൻഡ് ദ കവറേജ് ഓഫ് ദ സ്പിരിച്വൽ ലീഡർ, ദെൻ ദി നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി. ഇത് മൂന്നും ഒരു സംരക്ഷണ ഭിത്തിയായിട്ട് നമ്മുടെ മേലുണ്ട്. ഒന്ന് ചേർന്ന് പറഞ്ഞേ. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി, ആത്മീയ ശുശ്രൂഷകൻ്റെ ആത്മസാന്നിധ്യത്തിൻ്റെ ശക്തി, 3 സഭയാം ശരീരത്തിൻ്റെ ശക്തി. ഇത് മൂന്നും എന്നെ ഒരു ദുഷ്ടനും തൊടാതെ എന്നെ മറച്ചു പിടിക്കുന്ന ശക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മേഖലയുമായുള്ള ബന്ധം എപ്പോഴും കീപ്പപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പാച്ചപ്പ് ചെയ്യാനും കീപ്പപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഗ്രോ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. യേശുവിൻ്റെ നാമം എപ്പോഴും വിശ്വാസകരമായ ശക്തികൾ സ്വീകരിക്കുക. അതുപോലെ തന്നെ രണ്ടാമത് ചെയ്യേണ്ടതാണ് യേശുവിൻ്റെ നാമം സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ സഭയാം ശരീരത്തോട് ചേർന്ന് നിൽക്കുക. അനാഥത്വത്തിൽ നിന്ന് ഒഴിയുക. നിങ്ങൾ എത്ര ദൂരത്തായിരിക്കും, എത്ര ദൂരത്തിരുന്നും നിങ്ങളുടെ സഭയുമായി നിങ്ങൾക്ക് ബന്ധം പുലർത്താം. നിങ്ങളെ ആത്മീയമായി നടത്തുന്നവരുമായി നിങ്ങൾക്ക് ബന്ധം പുലർത്താം. പക്ഷേ ആ ബന്ധം എന്തല്ല, ആ ബന്ധം നിങ്ങളെ അടിമത്തത്തിലേക്ക് നയിക്കുന്ന ബന്ധമല്ല, വാസ്തവത്തിലുള്ള ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന ബന്ധം. അതാണ് അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നത്. നോക്കിയേ, 4-ാമത്തെ വാക്യത്തിൻ്റെ ഭാഗത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അധികാരം ഉപയോഗിച്ച്, അതിൻ്റെ 2-ാം ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും എൻ്റെ ആത്മീയമായ സാന്നിധ്യത്തിലും നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അധികാരം ഉപയോഗിച്ച് ആ മനുഷ്യനെ കണ്ടോ അധമവികാരങ്ങൾ ഇല്ലായ്മ ചെയ്യേണ്ടതിന് പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെ അവൻ്റെ ആത്മാവ് കർത്താവായ യേശുവിൻ്റെ ദിനത്തിൽ രക്ഷ പ്രാപിക്കട്ടെ. അപ്പോൾ അവൻ്റെ ആത്മാവ് കർത്താവായ യേശുവിൻ്റെ ദിവസത്തിൽ രക്ഷ പ്രാപിക്കണം എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിയുടെ രക്ഷ നഷ്ടപ്പെടുന്നില്ല. കൂദാശയിലൂടെ ഇവനിൽ വന്നു ചേർന്ന രക്ഷ ഈ വ്യക്തിയിൽ നഷ്ടപ്പെടുന്നില്ല. എന്നാൽ ശരീരത്തിൻ്റെ അധമ വികാരങ്ങൾ ഇല്ലായ്മ ചെയ്യേണ്ടതിന് പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? പിശാചിൻ്റെ കയ്യിൽ നിന്നാണ് യേശുവിൻ്റെ നാമവും ശുശ്രൂഷകളിലുള്ള ആത്മീയ അധികാരവും സഭയുടെ ശക്തി ഉപയോഗിച്ച് പിടിച്ചെടുത്തത്. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ പറയാം. സാത്താൻ്റെ പിടിയിലായിരുന്നവരെയാണ് യേശുവിൻ്റെ നാമത്തിൽ, ആ നാമം ഉപയോഗിച്ച് ശുശ്രൂഷകൻ്റെ ആത്മീയ അധികാരത്തിൽ നിന്നുകൊണ്ട് സഭയാം ശരീരത്തിൻ്റെ ഐശ്വര്യത്തിലേക്ക് ഒരു വ്യക്തി വന്നത്. അപ്പോൾ ഇത് മാറിയാൽ ആ വ്യക്തി സാധാരണ ലോകത്തിലെ മനുഷ്യനായും പിശാചിനാൽ ബന്ധിതനാണ്. അപ്പോൾ സാത്താൻ്റെ കൂടെയുള്ള പ്രയാണത്തിൽ പിന്നീട് അവന് മനസ്സിലാകും ഈ ജഡമോഹം അവനെ എവിടെ എത്തിക്കുന്നില്ല. ആത്യന്തികമായി ഈ ജഡമോഹം അവനെ എത്തിക്കുന്നില്ല എന്ന് കണ്ടിട്ട് അവൻ തിരികെ വരും. അപ്പോൾ അതാണ് പറയുന്നത്. അല്ലാതെ പിശാച് ഇന്നു മൂലം നീ അവനെ കൊണ്ടുപോയി അവനെ ദണ്ഡിപ്പിക്കുന്നു എന്ന ചിന്തയിലല്ല. ഇത് മാറിയാൽ ദൈവത്തിൻ്റെതായി സംരക്ഷിച്ചവനെ നിർത്തിയത് 3 ശക്തിയാണ്. 1 സഭയുടെ അധികാരമാണ്, 2 ആത്മീയ ശുശ്രൂഷൻ്റെ ആത്മീയ പരിധിയാണ്, ആത്മീയ സാന്നിധ്യം, അങ്ങനെ തന്നെ എഴുതി. ആത്മീയ സാന്നിധ്യമാണ്, 3-ാമത്തെ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാണ്. അത് 3ഉം കൂടെ മാറി നിന്ന് കഴിഞ്ഞാൽ അവൻ സാധാരണ മനുഷ്യനായി. അവനെ പിശാചിന് കൊടുക്കേണ്ട ആവശ്യമില്ല. പിശാചിൻ്റെതായി അവൻ മാറി. അതാ എൻ്റെ സത്യാവസ്ഥ. എന്നിട്ട് എന്ത് ചെയ്യണം? അവനെ പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെ അവൻ്റെ ആത്മാവ് കർത്താവായ യേശുവിൻ്റെ ദിനത്തിൽ രക്ഷ പ്രാപിക്കട്ടെ. അപ്പോൾ അവൻ്റെ ആത്മാവ് കർത്താവായ യേശുവിൻ്റെ ദിനത്തിൽ രക്ഷയിലേക്ക് വരികയാണ്. എന്നിട്ട് അതിനെ പറയുക, അവൻ്റെ ആത്മാവ് കർത്താവായ യേശുവിൻ്റെ ദിനത്തിൽ രക്ഷ പ്രാപിക്കട്ടെ. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം, നിങ്ങളുടെ ആത്മപ്രശംസ ഒട്ടും നന്നല്ല. അല്പം പുളിപ്പ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുന്നുവെന്ന് നിങ്ങൾക്കറിവുള്ളതല്ലേ. അല്പം പുളിപ്പ്, അതാണ് ഇവിടുത്തെ വിഷയം. ഇച്ചിരി പുളിപ്പ് അവിടെ ഇരുന്നാൽ എന്നാ കുഴപ്പം? നിങ്ങൾക്ക് കളയേണ്ട ആവശ്യമുണ്ടോ?
നീക്കിക്കളയാൻ മേളി പറഞ്ഞു, എന്നെ നീക്കിക്കള, അത് വേണ്ട നമുക്ക്, എന്നെ നീക്കിക്കള. എന്നതിനെ നീക്കിക്കളയുന്നത് ചിരി പൊളിച്ച മാവാണ് വലിയ മാവും കൊണ്ടത്തെ മുഴുവൻ എന്ത് ചെയ്യുന്നത്, പുളിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇച്ചിരി അതിനെ മാറ്റിക്കളഞ്ഞാൽ അല്ലെ ഇത് മുഴുവൻ പുളിപ്പിക്കും. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഇന്ന് കൃപയുടെ നീർച്ചാലുകൾ ഈ എപ്പിസോഡ് കേൾക്കുന്ന എല്ലാവരും അറിയുക, ഒരു വിശേഷമായ വിധത്തിലുള്ള ദൈവിക സംരക്ഷണം നിങ്ങളുടെ ചുറ്റിലുമുണ്ട്. ഇതിലേതെങ്കിലും മേഖല വീക്കാണെന്ന് തോന്നിയാൽ ഇന്നത് സ്ട്രോങ് ആയിക്കോണം. ഒന്ന്, യേശുവിൻ്റെ നാമത്തിൻ്റെ സംരക്ഷണം. രണ്ട്, നമുക്ക് മേളിൽ ദൈവം ആക്കി വെച്ചിരിക്കുന്ന പുരോഹിതൻ്റെ അല്ലെങ്കിൽ ആത്മീക ശുശ്രൂഷകൻ്റെ ആത്മസാന്നിധ്യത്തിൻ്റെ അകത്ത് ദൈവം നമ്മെ നിർത്തിയിരിക്കുക. ആ സ്പിരിച്വൽ കവറേജ്, അവരിൽ നിന്ന് നമ്മൾ അഡ്വൈസ് എടുക്കേണ്ടത്, അവരിൽ നിന്നാണ് നമ്മൾ കേൾക്കേണ്ടത്. അത് ആത്മീയ പിതാവാണ്. ഞാൻ പറഞ്ഞില്ലേ 10,000 ടീച്ചേഴ്സ് ഉണ്ടെന്ന് തൊട്ട് മേളത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടു. നിങ്ങൾ 4-ാം അധ്യായത്തിൻ്റെ വാക്യങ്ങളിൽ കാണുമ്പോൾ ക്രിസ്തുവിൽ നിങ്ങൾക്ക് 10,000 ഗുരുക്കന്മാരുണ്ട്, എന്നാൽ പിതാക്കന്മാരെ അറിയില്ല. അപ്പോൾ പിതാവ് എന്ന് വിളിക്കുന്ന, പിതാവ് എന്ന് തന്നെയാണ് വിളിച്ചത്. ആത്മീയ ശുശ്രൂഷകനെ പിതാവേ എന്ന് തന്നെയാണ് ബൈബിൾ വിളിച്ചത്. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് പിതാക്കന്മാരെ അറിയില്ല. അപ്പോൾ ഒരു പിതാവും ഒരുപാട് ടീച്ചേഴ്സും. ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കുട്ടി ആ ക്ലാസ്സിൽ എങ്ങനെ ഇരിക്കുന്നു എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പക്ഷേ അപ്പനെ സംബന്ധിച്ചിടത്തോളം ക്ലാസ്സിൽ കുട്ടി എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതല്ല, കുട്ടിയുടെ ആത്യന്തികമായ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചേ പറ്റുള്ള ഒരു അപ്പൻ്റെ ആർദ്രതയോടെയാണ് പൗലോസ്ലീഹ അവിടെ ചെല്ലുന്നത്. അപ്പൻ്റെ ആർദ്രതയോടെയാണ് പൗലോസ്ലീഹ അവിടെ ചെല്ലുന്നത്. എന്നിട്ട് നമ്മളിവിടെ കാണുന്നത് ഈ പുളിച്ച മാവിനെ നമ്മുടെ ഇടയിൽ നീക്കിക്കളയണം. അത് വേണ്ട, നമുക്ക് നമ്മുടെ ഇടയിൽ വെക്കേണ്ടിയതല്ലത്. ആ പുളിമാവിനെ നിങ്ങൾ ഇടയിൽ നീക്കിക്കളയുന്ന, ആ പുളിപ്പില്ലാത്ത മാവാകേണ്ടതിന്, നിങ്ങൾ പുളിപ്പില്ലാത്ത മാവാകേണ്ടതിന് ആകേണ്ടതിന് പഴയ പുളിപ്പ് മാവ് നീക്കിക്കളയുവിൻ. നിങ്ങൾ പുളിപ്പില്ലാത്തവർ ആയിരിക്കേണ്ടവരാണല്ലോ, എന്തെന്നാൽ നമ്മുടെ പെസഹ കുഞ്ഞാട് ബലി അർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെയാണ് പ്രധാന ചിന്ത. നമ്മുടെ പെസഹ കുഞ്ഞാട് ബലി അർപ്പിക്കപ്പെടാൻ പോവുകയല്ല, നമ്മുടെ പെസഹ കുഞ്ഞാട് ബലി അർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്കിനി പുളിപ്പ് വേണ്ട. അതാണ് പാസ്ഓവറാണ്. ആ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ആ പെസഹ കുഞ്ഞാട് നമുക്ക് വേണ്ടി അറക്കപ്പെട്ടിരിക്കുന്നു. പുളിപ്പിന് നമ്മുടെ ഇടയിൽ സ്ഥാനമില്ല. അപ്പോൾ നമുക്കിന്ന് ഈ സംരക്ഷണം, വേലി അല്ലെങ്കിൽ ആ ഭിത്തി നമുക്ക് വീണ്ടും തീർക്കാം, വിശ്വാസത്താൽ ഉറയ്ക്കാം, യേശുവിൻ്റെ നാമത്തിൻ്റെ സംരക്ഷണം നമുക്ക് സ്വീകരിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ദൈവം ആക്കി വെച്ചിരിക്കുന്ന ആത്മീയ ശുശ്രൂഷകൻ്റെ പരിധിയിൽ നമുക്ക് നിൽക്കാം. എല്ലാ കാര്യങ്ങളിലും അവരോട് ബന്ധപ്പെടാം. നമുക്ക് ഉൾക്കൊള്ളാനും പറ്റാത്ത യോജിപ്പും ഉള്ള പല കാര്യങ്ങളും ഉണ്ടാകാം. പക്ഷേ അതിനപ്പുറത്ത് ദൈവം എനിക്ക് ആക്കി വെച്ചിരിക്കുന്ന ആത്മീയ ശുശ്രൂഷകനാകുന്ന തലത്തിൽ അവരെ ബഹുമാനിക്കുകയും അവരുടെ കീഴ്പ്പെടുകയും ചെയ്യാം. ആത്മീയ പരിധിയിൽ നമുക്ക് ജീവിക്കാം. ഇടവകകളിലുള്ള ജീവിതത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാം. കുടുംബ യൂണിറ്റുകളിൽ നമുക്ക് സജീവമാകാം. ഇടവക ജീവിതം കൂദാശ ജീവിതമായി സ്വീകരിക്കാം. പള്ളിയോട് ബന്ധപ്പെടാം. നമുക്ക് അങ്ങനെ ആ സംരക്ഷണത്തിൻ്റെ വലിയ ഭിത്തി തീർക്കാം. പല ഘട്ടങ്ങളിലും, ഞാൻ ആവർത്തിച്ച് പറയട്ടെ, പല ഘട്ടങ്ങളിലും പാറ്റിക്കളയുവാൻ സാത്താൻ പ്രവേശിക്കുവാൻ ശ്രമിച്ചപ്പോഴും ഒരു ഭിത്തി പോലെ, ഒരു മറ പോലെ നിങ്ങളറിയാതെ നിങ്ങളുടെ ചുറ്റിലും, നിങ്ങളുടെ വാഹനത്തിൻ്റെ ചുറ്റിലും, നിങ്ങളുടെ മക്കളായിരിക്കുന്നിടത്ത് ചുറ്റിലും വാസ്തവമായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ മനുഷ്യൻ്റെ ഒരു പ്രാർത്ഥനയുടെ മതിൽ ഉണ്ടായിരുന്നു. അത് ഓർക്കുക, അത് സ്മരിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരോടൊപ്പം ജീവിക്കുക. ആരവരെ കുറ്റപ്പെടുത്തിയാലും നിങ്ങൾക്ക് അവരെ കുറ്റപ്പെടുത്തുവാൻ സ്ഥാനമില്ല. കാരണം ആ ആത്മസാന്നിധ്യത്തിൽ ദൈവം നിങ്ങളെ നിർത്തിയിരിക്കുന്നു. കൃപയുടെ നീർച്ചാലുകളിൽ നാം കേൾക്കാൻ പോകുന്നത് കർത്താവ് ജീവിതത്തിൽ ചെയ്യുന്ന നിരന്തരമായ അത്ഭുതങ്ങൾ. യേശു ജീവിക്കുന്ന പ്രിയരെ, സംശയലേശമന്യ വിശ്വാസ സൗധത്തിൻ്റെ ഉത്തംഗ ശൃംഗത്തിലേക്ക് ഉയർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയെ നമ്മൾ ഒരുമിക്കുന്നതിന് മുമ്പ് അത്ഭുത സാക്ഷ്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എൻ്റെ തൊണ്ടയിലൊരു മുഴയുണ്ടായിരുന്നു, ലെൻസിന് കംപ്ലൈൻ്റ് ഉണ്ട്. രണ്ടും ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ടായിരുന്നു, സ്കാനൊക്കെ ചെയ്തിട്ട് വന്നേ. ഇതൊന്ന് പറഞ്ഞേ ഇപ്പൊ എന്നാ പറഞ്ഞേ? ലെൻസിന് ചെറിയ കംപ്ലൈൻ്റ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. സ്കാൻ. നിങ്ങൾ എന്നായിരുന്നു സ്കാനിങ്ങിന് വിധേയമായത്? ഞാനിവിടെ വരുന്നതിന് മുന്നാണ്. എന്നാണ് ഇവിടെ വന്നത്? 10-ാം തീയതി കഴിഞ്ഞ മാസം. കഴിഞ്ഞ മാസം 10-ാം തീയതി ലെൻസിന് കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വന്നതാ നിങ്ങള്? അതെ. എന്നതായിരുന്നു കംപ്ലൈന്റ്? ഒരു കാലിൽ നിറയെ മുഴകളാണ്, അതുപോലെ ഒരു ഗ്രോത്ത് ലെൻസിലുണ്ടെന്നാണ് ഡോക്ടർ പറയുന്നത്. ഒരു മുഴ ലെൻസിലുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. 10-ാം തീയതി പ്രാർത്ഥന. അപ്പൊ എൻ്റെ അടുത്ത് പിന്നെ 23-ാം തീയതി എന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു മരുന്നും നിങ്ങൾ കഴിക്കണ്ട. 10-ാം തീയതി
തൃശ്ശൂരെ പ്രാർത്ഥനയ്ക്ക് ലെൻസിൽ ഒരു മുഴയുണ്ടെന്ന് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്യണം പറഞ്ഞു. ഇല്ല. അല്ല, ഓപ്പറേഷൻ ചെയ്യണമെന്ന് ആദ്യം പറഞ്ഞു. ഇല്ല. പിന്നെ എന്നാ ചെയ്യണമെന്ന് പറഞ്ഞു? മരുന്ന് കഴിക്കണ്ടെന്ന് പറഞ്ഞു. അല്ല, മരുന്ന് കഴിക്കണമെന്ന് രണ്ടാമത് പറഞ്ഞു. ആദ്യം ഇതിനെന്ത് ചെയ്യണം? ഇതെങ്ങനെ ഈ മുഴ ഇവിടുന്ന് മാറിപ്പോണം? എടുത്ത് നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുത്തി എടുത്ത് ബയോപ്സി കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും ചെയ്യണം. അവിടെ ഒരു കുഴപ്പമില്ല. ഇല്ല. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന. 10-ാം തീയതി ലെൻസിനകത്ത് മുഴയുമായിട്ട് സ്കാനിങ് റിപ്പോർട്ടുമായിട്ട് വന്ന മകള് രണ്ടാമത് 23-ാം തീയതി സ്കാൻ ചെയ്തപ്പോൾ ആ മുഴ ഇരുന്ന സ്ഥലത്ത് യാതൊന്നുമില്ല. യേശു അതിനെ എടുത്തു മാറ്റിയിരിക്കുന്നു. ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ് ഡോക്ടർ തിരിച്ചുവിട്ടിരിക്കുക. കരങ്ങളെ ചേർത്തടിച്ച് യേശുവിന് ആരാധന കൊടുക്കുക. കർത്താവിന്റെ ശക്തി ഇതിനകത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ. ചേച്ചിയുടെ പേരെന്നാ? സന്ധ്യ. എവിടുന്നാ വരുന്നത്? മണലൂര്. അപ്പൊ 23-ാം തീയതി മീറ്റിംഗിന് നിങ്ങളോട് ആര് പറഞ്ഞു വന്ന് അറ്റൻഡ് ചെയ്യാൻ? അനിയന്റെ ഭാര്യ പറഞ്ഞാ നിങ്ങൾ ആദ്യമായിട്ട് വരുന്നത്? ഓ യേശുവേ, ഇത്ര വലിയ കരുണയാ കർത്താവ് കാണിച്ചതെന്ന് കേട്ടെ. ഹല്ലേലൂയ. യേശുവേ, ഇതിപ്പോ ഭയങ്കര അനുഭവം. എത്ര പേരോട് സാക്ഷ്യം പറഞ്ഞു? ആരോടും പറഞ്ഞില്ല. ഇവിടെ എനിക്ക് പറയണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാവരുടെ മുന്നിൽ ഇപ്പൊ പറയാൻ സാധിച്ചതിന് ദൈവത്തിന് നന്ദി. ഓട്ടി നടന്നു പറഞ്ഞു കേട്ടോ. ഓടിക്കും. കർത്താവിന്റെ സന്തോഷത്തിൽ നിറഞ്ഞു. കരങ്ങളെ ചേർത്തടിച്ചോ യേശുവിന് ആരാധന കൊടുക്കുക. ആ സ്നേഹം ഇന്നൊരു നദി പോലെ ഇവിടെ ഒഴുകുക സഹോദരങ്ങളെ. ഒരുമിച്ചുള്ള പ്രാർത്ഥനയിൽ നമുക്ക് കൈകോർക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിത്യദൈവമേ, സത്യപ്രകാശമേ, അവിടുത്തെ അടുക്കലേക്ക് ഞങ്ങളിതാ ഈ ഷാലോം TV-യിലൂടെ പ്രത്യേകിച്ച് കൃപയുടെ നീർച്ചാലുകൾ ശുശ്രൂഷകളുമായി അടുത്തു വരുന്നു. എൻ്റെ നാഥ, എല്ലാവരെയും കടാക്ഷിക്കണമേ. നാനാവിധ വിഷയങ്ങൾ നീറിപ്പൊകഞ്ഞ് നിന്റെ മക്കൾ ഇന്ന് ഈ വചനം കേൾക്കുന്നു. പല സന്ദർഭങ്ങളിലും സാത്താൻ കഠിനമായ ശോധനകളിലൂടെ പലരെയും കടത്തിവിടുന്നു. ഇന്ന് സംരക്ഷണത്തിൻ്റെ ഭിത്തി തീർക്കുവാൻ, ഒരു മതിൽ തീർക്കുവാൻ, ഒരു വലിയ ഡിഫൻഡ് തന്നെ തീർക്കാൻ, എതിർത്ത് നിൽക്കാൻ ഓരോ മക്കളുടെ മേൽ ശക്തി വ്യാപരിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ വ്യാപിച്ചിറങ്ങണമേ. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൊരിന്ത് സഭയിലെ നിസാരം പുളിമാവിനെ നീക്കിക്കളയാൻ ആവശ്യപ്പെട്ടതിൻ്റെ ഉദ്ദേശം മുഴുവൻ മാവിനെയും പുളിപ്പിക്കുവാൻ ആ ചെറിയ പുളിമാവ് മതിയെന്നും ഞങ്ങളുടെ പെസഹ കുഞ്ഞാട് അറക്കപ്പെട്ടിരിക്കുന്നുവെന്നുമുള്ള യഥാർത്ഥമായ സത്യത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ഞങ്ങളുടെ ഉള്ളിലുമുള്ള പുളിപ്പുകൾ, ഇതുപോലുള്ള പല പുളിപ്പുകളും ഞങ്ങളുടെ ഉള്ളിലുണ്ട് നാഥ. ഞങ്ങളുടെ പുളിപ്പുകളെ പരിശുദ്ധാത്മാവെ അവിടുന്ന് ഈ വചനത്തിന് മുമ്പാകെ നീക്കിക്കളയണമേ. അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മേ, സ്വർഗത്തിൻ്റെ രാജ്ഞിയെ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവൾ, അവിടുത്തെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവൾ. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും വിശേഷാൽ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. ഞാൻ ഉറപ്പായി വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചത് രോഗികളുടെ സൗഖ്യത്തിന് വേണ്ടിയാണ്. പുളിപ്പ് നമുക്ക് വേണ്ട, കാരണം നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. പെസഹ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ വലിയ ആഘോഷമാണ്. കൃപയുടെ നീർച്ചാലുകൾ അടുത്ത ആഴ്ച ഇതേ സമയത്ത് ഷാലോം TV-യിൽ നമ്മൾ ഒരുമിച്ച് കാണുമ്പോഴേയും കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ. ഷാലോം TV-യിൽ ഒഴുകട്ടെ കൃപയുടെ നീർച്ചാലുകൾ. കർത്താവിൻ കരങ്ങൾ ചെറുതല്ല, അവിടുത്തെ ചെവിയോ ബധിരമല്ല. കർത്താവിൻ കരങ്ങൾ ചെറുതല്ല, അവിടുത്തെ ചെവിയോ ബധിരമല്ല. നിന്റെ നിലവിളി കേൾക്കുവാൻ, കണ്ണുനീർ മായ്ക്കുവാൻ കർത്താവു നിന്നോട് കൂടെയുണ്ട്. നിന്റെ ആശ്വാസദായകൻ കൂടെയുണ്ട്. കർത്താവിൻ കരങ്ങൾ ചെറുതല്ല, അവിടുത്തെ ചെവിയോ ബധിരമല്ല. നിന്റെ നിലവിളി കേൾക്കുവാൻ, കണ്ണുനീർ മായ്ക്കുവാൻ കർത്താവു നിന്നോട് കൂടെയുണ്ട്. നിന്റെ ആശ്വാസദായകൻ